എടാ അവൻ എന്നാ சொன்னா പറഞ്ഞില്ല. എടാ നീയല്ലേ വലിയുടെ കിടച്ചു പോയി ഇപ്പോൾ പറയും ഇപ്പോൾ കിട്ടും എന്നൊക്കെ. ഇപ്പം എന്നാച്ച്? ഞാൻ പറയാനാ പോയത്, പക്ഷേ എടാ നീ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ? നാളെ ആൺ ടൈം പണിരണ്ട. തേങ്ങയാണ്. അവൻ്റെ അസൈൻമെൻ്റ് ഒക്കെ ഞാൻ എഴുതി സബ്മിറ്റ് ചെയ്ത്. അവൻ്റെ ഒരു ഓൺ ടൈം. ഇപ്പോൾ വരാം. എടി ഇതാണ് കറക്റ്റ് ടൈം, പോയി കാര്യം പറ. എടാ വേണ്ടടാ, എനിക്ക് പേടിയാണ്. അവൻ നിന്നെ പിടിച്ച് തിന്നത്തൊന്നുമില്ല, പോയി കാര്യം പറ. വേണ്ട, നീ പറ, എനിക്ക് പേടിയാണ്. ആ കറക്റ്റ് കറക്റ്റ്, ഞാൻ தான் ലവ് பண்ணுறேன் பாரு. എടാ മാമാ വിളിച്ചേ. എന്താ അസൈൻമെന്റ് ഇപ്പം തന്നെ സബ്മിറ്റ് ചെയ്യണം. എല്ലാവരും നേരത്തെ ചെയ്തു. ഇപ്പോൾ പോകണം. എടാ എന്നെ കുറച്ച് കാര്യമുണ്ട്, നീ ഇവിടെ കൂട്ടുപോ. ഓക്കെ വാ. മോളെ ഇതാണ് കറക്റ്റ് ടൈം, പോയി കാര്യം പറ. എടാ വേണ്ടടാ, എനിക്ക് പേടിയാണ്. ഇറ്റ് ടേക്സ് ഗട്സ് ടു ലവ് സമ്മൺ. ഉനക്ക് അവன்கிட்ட சொல்ல தெரியும்ல, നീ അവനെ മറந்துரு. ഫൈൻ, ഞാൻ പറയാം. ഞാൻ അവനോട് പറയുകയും ചെയ്യും, ഞാൻ അവനെ കെട്ടുകയും ചെയ്യും. ഇനി വിളിച്ചില്ല പറഞ്ഞില്ല എന്നൊന്നും പറയണ്ട. ഇവളിത് ഓവറാക്കാം. ഇന്നലെ രാത്രി മൊത്തം ഇരുന്ന് എഴുതിയതാ. ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ടല്ലേ? എത്ര നാൾ മുന്നേ തന്ന അസൈൻമെൻറ്റാ? നമുക്കൊന്നും എഴുതി തരാൻ ആരുമില്ലേ? നമ്മളൊക്കെ ഇല്ലേ? നീയൊക്കെ എഴുതി തരൂ. ചോദിക്കേണ്ട രീതിയിൽ ചോദിച്ചാൽ എഴുതി തരാം. നിനക്ക് അങ്ങനെ ഒരു മിഠായി കൈക്കുലായി തന്നിട്ട് എനിക്കിപ്പോൾ ഈ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണ്ട. എന്നാ പിന്നെ മോൻ അങ്ങോട്ട് തന്നെ എഴുതി കൊടുത്താൽ മതി. ഡയറി മിൽക്കോ കിറ്റ്കാറ്റോ? എടാ എനിക്ക് നിന്നോടൊരു കാര്യം. ആ എടാ നീ എങ്ങോട്ടാ? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യാനാണ്. നിന്നെ തപ്പി നടക്കായിരുന്നു. ബാ ഒരു സ്ഥലം വരെ പോണം. എനിക്കിത് ഇന്ന് സബ്മിറ്റ് ചെയ്യണേ. പിന്നെ നമ്മളാണത്തെ പ്രശ്നമാണ് അതൊക്കെ. എന്നാ ഓക്കെ പോവാം. ഇത് അവള് കൊണ്ട് സബ്മിറ്റ് ചെയ്തോളൂ. കൊടുക്കട്ടോ? ഇപ്പൊ சொல்லிடுவேன்னு சொன்னேன். എന്തുവാടാ, അമ്മമാര് വന്നോണ്ടല്ലേ? അല്ലെങ്കിൽ ഞാനിപ്പോ പറഞ്ഞേനെ. അവന്മാരില്ലാരെങ്കിൽ നീ പറഞ്ഞേനെ. ആ ഞാൻ പറഞ്ഞേനെ. அப்போ நான் ஒன்று பண்ணுறேன், நான் அவனை கூப்பிட்றேன், அவங்க வந்துடுவான், நான் கிளம்பிடுறேன், நீ மட்டும் சொல்லிடு. അത്രയൊക്കെ വേണോ? வேணாம். எடா ராகுல், நீ இப்போ ஃப்ரீ தானே? சரி, நான் என் பாஸ்கெட் பால் கோர்ட் இருக்கோம், நீங்கள் வந்துடு. ஆ நம்மடே மாப்பிள்ள ஆன் த வே. ദാ രാഹുൽ എത്തി. എടാ ഇന്ന് പറയണോ? നാളെ പറഞ്ഞാ പോരെ? എടാ നീ അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തോ? എടാ ആ. ഞാൻ പോയി കുടിക്കാൻ വെള്ളം വാങ്ങി തരാം. എന്നാ ഞാൻ വരാം. ഇല്ല ഇല്ല, നീ കാരണം വാങ്ങിട്ട് വരാം. എന്നാ പെട്ടെന്ന് ഇട്ടുന്ന എന്തെങ്കിലും വാങ്ങിട്ടോ. കടയിൽ ചേട്ടന് കിട്ടും, മതിയോ? എന്തുവാടാ, കോൾ എന്തെങ്കിലും വാങ്ങിട്ടോ. മോനൊക്കെ പോയി വാങ്ങരുത്. മാം എന്തെങ്കിലും പറഞ്ഞോ? എന്ത്? അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തപ്പോൾ മാം എന്തെങ്കിലും പറഞ്ഞോ? ഇല്ല ഇല്ല. അതെ, നീ എന്നെ അവിടെ ഒറ്റയ്ക്കാക്കി ഇട്ടിട്ട് പോയത് ശരിയായില്ല കേട്ടോ. അത് പിന്നെ അവന്മാർ വന്നപ്പോൾ. ഓ, അങ്ങനെ ആരെങ്കിലും കയറി വന്നാൽ നീ എന്നെ പിന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോവോ? എന്തുവാടി പറയുന്നേ? ഒന്നില്ല. എടാ ആ എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. ആ പറയ്. എനിക്ക് എടാ ഒരു മിനിറ്റ് പോരാ. എടാ നീ പറഞ്ഞു. എങ്ങനെ പറയാനാ? ഈ ചെറുക്കനൊരിടത്ത് അടങ്ങിയിരിക്കണ്ടേ? நான் பண்ணுறேன், நீ இதை விட்டுரு, நான் பார்த்துக்கிறேன், நீங்கள் மட்டும் இரு. അതൊക്കെ വേണോ? ആ എത്തിയോ? താങ്ക് യു. എടാ രാഹുൽ. ആ എടാ പറ. ഇവക്ക് നിന്നോട് പ്രേമമാണ്, ஆனால் சொல்கிறதுக்கு பயந்துட்டு சொல்லாமல் இருக்கா. ശേ, എന്താ ഇപ്പം ഉണ്ടായേ? ഒന്നില്ല. അവനിപ്പോൾ എന്താ പറഞ്ഞിട്ട് പോയേ? റീനു 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 എനിക്ക് നിന്നെ ഇഷ്ടമാണ്. എന്ത്?
ഐ ലവ് യു. നിന്നെ കാണും നേരം എന്നുള്ളിലെന്തോ പെയ്യുന്നേ, ആരാരും കാണാ നേരം ഞാൻ നിന്നിലാകെ അലിയുന്നേ. ആരാരോ നീയാരോ മഴവില്ലിൻ നിറമോടെ മായുന്നേ, ചായുന്നേ പെയ്യുന്നേ, ഏറെ കൊതിയോടെ ഞാൻ കാണുന്നേ. ഊ, 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 ഊ. അല്ല നീയൊന്നും പറഞ്ഞില്ല. ഞാനെന്ത് പറയാനാ? അങ്ങനെ പറഞ്ഞൂടാ. നീയൊക്കെ തീരുമാനിച്ച സ്ഥിതിക്ക് അങ്ങനെ ആവട്ടെ. എങ്ങനെ ആകട്ടെ എന്ന്? എനിക്കും ഇഷ്ടമാണ്. ഇപ്പം ഒരു തീരുമാനമായില്ലേ? നിങ്ങൾ രണ്ട് മുന്നിന് ഞാനൊരു ഫോട്ടോ എടുക്കാം. It takes guts to love someone. உனக்கு அவன்கிட்ட சொல்ல தெரியும்ல, நீ உன்னை மறந்துடு. ഒരു വാക്കു പോലെ നീ വിദൂരമായി ഞാൻ എൻ ജീവനായിരം പല താരമായിതാ പെണ്ണേ എൻ ജീവനായിരം உன்னோட காதல் கிடைக்காமல் எங்கே போகுது உன் காதலில்லாமல் என் ஜீவனில்லையே. உன்னோட காதல் கிடைக்காமல் எங்கே போகுது உன் காதலில்லாமல் என்